അപ്പോൾ എൻ്റെ ഫോണിൽ ഒരു സ്പൈവെയർ അറ്റാക്ക് ഉണ്ട് അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് അറിയാൻ പറ്റും. അത് രോഗം ഉണ്ടോയെന്ന് അറിയുന്നത് നമ്മൾ പൊതുവെ രോഗലക്ഷണം കണ്ടിട്ടാണ്. സ്പോട്ടിഫൈയിൽ 1000 പാട്ട് നിങ്ങൾക്ക് വെറുതെ തരുന്നുണ്ടെങ്കിൽ അതിന് തത്തുല്യമായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ മൂടും അവൻ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. ആ വർഷം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ മടിയുള്ള ഈ ഒരു 1000-ന് പകരം അവർ കൊണ്ടുപോകുന്നത് ചിലപ്പോൾ നമ്മുടെ ലൈഫ് തന്നെ. ചിലർ പറയുന്നത് ഐഫോൺ ബെസ്റ്റാണ്, സെക്യൂരിറ്റി വൈസ് ബെസ്റ്റാണെന്ന് പറയുന്നു. ചിലർ പറയുന്നത് ആൻഡ്രോയിഡ് ആണ് ബെസ്റ്റ് എന്ന് പറയുന്നു. പക്ഷേ എന്താ നിങ്ങൾക്ക് തോന്നുന്നത് ഇതിൻ്റെ ഡീപ്പസ്റ്റ് ആയിട്ടുള്ള സത്യാവസ്ഥ എന്ത്? വിത്ത് ഇനഫ് ടൈം നത്തിങ് ഈസ് അൺഹാക്കബിൾ എന്നാണ് പറയുന്നത്. ടൈം കിട്ടിയാൽ റിസർച്ച് ചെയ്യാൻ അല്ലെങ്കിൽ ഇൻഫർമേഷൻസ് ഗ്യാദർ ചെയ്യാൻ ടൈം കിട്ടിയാൽ അതിലൊരു വൾണറബിലിറ്റി കണ്ടുപിടിച്ച് അറ്റാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുപോലെ തന്നെ ഒരു ഹാക്കറുടെ ടൂൾസ് എന്താണെന്ന് അറിയാനുള്ള ഒരു കൗതുക ആളുകൾക്കുണ്ട്. അപ്പോൾ ബുദ്ധിമുട്ടില്ലെങ്കിൽ നമുക്ക് വേണ്ടിയിട്ട് അതൊന്ന് എന്തൊക്കെയാണ് ടൂൾസ്, അതിൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ബ്രീഫ് ചെയ്യാമോ? അപ്പോൾ ഇതൊരു ചെറിയൊരു പെൻഡ്രൈവ് ആണ്. ഇപ്പോൾ ഈ പെൻഡ്രൈവ് ഒരു പ്രത്യേകതരം പെൻഡ്രൈവ് ആണ്, സാധാരണ പെൻഡ്രൈവ് അല്ല. അപ്പോൾ ഞാൻ ഈ പെൻഡ്രൈവ് ഒരു ഓഫീസിൽ കൊണ്ടുപോയിട്ട് അവിടുത്തെ HR അല്ലെങ്കിൽ മാനേജർ ഇരിക്കുന്ന സ്ഥലത്ത് ഇട്ട് വയ്ക്കുക വെറുതെ, അല്ലെങ്കിൽ ഒരു എംപ്ലോയി ഇരിക്കുന്ന സ്ഥലത്ത് വെറുതെ ഈ പെൻഡ്രൈവ് കൊണ്ട് ഇട്ട് വയ്ക്കുക. അല്ലെങ്കിൽ കോളേജിൽ പോയിട്ട് ക്ലാസ് റൂമിൽ ഈ പെൻഡ്രൈവ് എവിടെയെങ്കിലും ഒരു കോർണറിൽ അല്ലെങ്കിൽ ഒരു ബെഞ്ചിലോ ഡെസ്കിലോ ഇത് കൊണ്ട് വയ്ക്കുക. അപ്പോൾ കുട്ടികൾ അവിടെ വരുമ്പോൾ അല്ലെങ്കിൽ എംപ്ലോയീസ് വർക്കേഴ്സ് അവിടെ വരുമ്പോൾ അവർക്കൊരു ക്യൂരിയോസിറ്റി, ഇത് ആരുടെ പെൻഡ്രൈവ്, ഇത് കാണുമ്പോൾ ഒരു പ്രത്യേകതയില്ലേ. അപ്പോൾ ഇത് കാണുമ്പോൾ ഇതിനെന്താ ഉള്ളത്, അല്ലെങ്കിൽ ഇത് ആരുടെ പെൻഡ്രൈവ്, ഇത് കണ്ടിട്ട് ജസ്റ്റ് ഒന്ന് എടുത്ത് കണക്ട് ചെയ്ത് നോക്കും. ഞാൻ ഓൾറെഡി ഇതിലൊരു പ്രോഗ്രാം ആക്കി വെച്ചിട്ടുണ്ട്. ഇത് ഏത് PC അല്ലെങ്കിൽ ഏത് ലാപ്ടോപ്പിൽ കണക്ട് ചെയ്താലും അതിൽ സേവ് ചെയ്തിട്ടുള്ള ബ്രൗസറിൽ സേവ് ചെയ്തിട്ടുള്ള പാസ്വേഡ് എല്ലാം ഇതിലേക്ക് കോപ്പി ആവണം. അപ്പോൾ ഇത് കണക്ട് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഒന്നും വരില്ല. സാധാരണ പെൻഡ്രൈവ് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് കാണിക്കുമല്ലോ USB ഡ്രൈവ് FG, ഇതുപോലൊന്നും വരില്ല. കണക്ട് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഒന്നും വരില്ല. ഇതിലൊരു ലൈറ്റ് കത്തുന്നുണ്ടാവും. എന്നിട്ട് ഇവരിത് ഊരുമ്പോൾ തന്നെ അതിൽ സേവ് ചെയ്തിട്ടുള്ള പാസ്വേഡ് എല്ലാം ഇതിലേക്ക് ആവും. അതൊരു എക്സാമ്പിൾ. ഇല്ല, ആർക്കും മനസ്സിലാവുകയില്ല. പക്ഷെ എനിക്ക് ഇതിൽ നിന്ന് എടുക്കാൻ പറ്റും. ഓക്കെ, അതുപോലെ വേറൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ പേര് USB റബ്ബർ ഡക്കി എന്ന് പറയും. ഇത് ഡിജി സ്പാർക്ക് എന്ന് പറയുന്ന കമ്പനിയുടെ പ്രോഡക്റ്റ് ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് തന്നെ വേറെ വേറെ സ്ക്രിപ്റ്റുകൾ ആഡ് ചെയ്യാം. അപ്പോൾ ഇത് കണക്ട് ചെയ്യുമ്പോൾ യൂട്യൂബിൽ ഒരു വീഡിയോ ഓട്ടോമാറ്റിക്കലി പ്ലേ ചെയ്യുന്ന രീതിയിൽ സെറ്റ് ചെയ്യാം. അത് ഏത് URL വേണം നമുക്ക് സെറ്റ് ചെയ്യാം. യൂട്യൂബിൽ ഒരു ഏത് വേണമെങ്കിലും സെറ്റ് ചെയ്യാം. അത് ആക്ച്വലി വർക്ക് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് കണക്ട് ചെയ്യുമ്പോൾ നമ്മുടെ വിൻഡോസിലാണെങ്കിൽ കമാൻഡ് പ്രോംപ്റ്റ് തുറന്നിട്ട് അതിലൊരു സ്ക്രിപ്റ്റ് റൺ ആവുകയാണ് ചെയ്യുന്നത്. ആ സ്ക്രിപ്റ്റ് ആക്ച്വലി ചെയ്യുന്നത് ഈ URL പോയിട്ട് ഈ വീഡിയോ പ്ലേ ചെയ്യുക എന്നുള്ളതാണ് സ്ക്രിപ്റ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് പല സ്ക്രിപ്റ്റുകൾ ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഒരു സിസ്റ്റത്തിൽ റാൻസം വെയർ സിമുലേഷൻ കാണിക്കണം. റാൻസം വെയർ എന്ന് പറയുന്ന ഒരു മാൽവെയർ ഉണ്ട്. അതൊരു സിസ്റ്റത്തിൽ ഇൻഫെക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫയൽസ് ഫോൾഡേഴ്സ് എല്ലാം എൻക്രിപ്റ്റഡ് ആവും. അപ്പോൾ നമുക്ക് ആൾക്കാരെ ഒന്ന് പേടിപ്പിക്കണം, ഒന്ന് പ്രാങ്ക് ചെയ്യണം. ഇത് കണക്ട് ചെയ്യുമ്പോൾ തന്നെ യുവർ സിസ്റ്റം ഈസ് ഇൻഫെക്റ്റഡ് വിത്ത് മാൽവെയർ എന്നൊരു അലേർട്ട് വരും. പിന്നെ അൺലിമിറ്റഡ് നമ്പർ ഓഫ് പോപ്പപ്സ് വരണമെങ്കിൽ വരാം. യുവർ സിസ്റ്റം ഈസ് അറ്റ് റിസ്ക് 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 എന്നുള്ള രീതിയിൽ കുറേ അലേർട്ടുകൾ വരാം. അങ്ങനെ വിൻഡോസിനെ ബേസ് ചെയ്തിട്ടുള്ള സ്ക്രിപ്റ്റുകൾ ഇതിലേക്ക് ലോഡ് ചെയ്യാം, ലിനക്സിനെ ബേസ് ചെയ്തിട്ടുള്ള സ്ക്രിപ്റ്റുകൾ ലോഡ് ചെയ്യാം. അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് കസ്റ്റമൈസ് ചെയ്ത് ഉപയോഗിക്കാം. പിന്നെ ഇതെന്ന് പറയുന്നത് ESP8266 എന്ന് പറയുന്ന ഒരു ചിപ്പാണ്. ചെറിയൊരു മൈക്രോ കൺട്രോളറാണ്. ഇത് വെച്ചിട്ട് നമുക്ക് വൈഫൈ അറ്റാക്കുകൾ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് വൈഫൈയിൽ കണക്റ്റഡ് ആയിട്ടുള്ള ഡിവൈസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെല്ലാം പാക്കറ്റ്സ് ആണ് പോകുന്നത്, ഡാറ്റ പാക്കറ്റ്സ് ആയിട്ടാണല്ലോ പോകുന്നത്. അപ്പോൾ എന്തെല്ലാം പാക്കറ്റ്സ് ആണ് പാസ് ചെയ്ത് പോകുന്നത്, ഒരു വൈഫൈയിൽ കണക്റ്റഡ് ആയിട്ടുള്ള ഡിവൈസസ് ഏതൊക്കെയാണ്. ഇനി നമുക്ക് ഒന്നും വേണ്ട, ഇപ്പോൾ ഒരു വൈഫൈയിൽ കണക്റ്റഡ് ആയിട്ടുള്ള ഡിവൈസസിനെ എല്ലാം ഡിസ്കണക്ട് ചെയ്യണം. അത് വേണമെങ്കിൽ ഇത് വെച്ചിട്ട് ചെയ്യാം. നമുക്ക് ആ വൈഫൈയുടെ പാസ്വേഡ് അറിയണമെന്നില്ല, നമ്മൾ ആ വൈഫൈയിൽ കണക്ട് ചെയ്യണമെന്ന് പോലും ഇല്ല. നമ്മൾ അതിൻ്റെ നിയർ ബൈ ആയിട്ട് നിന്നിട്ട് നമുക്ക് ഇത് ഉപയോഗിച്ചിട്ട് ആ വൈഫൈയിൽ കണക്റ്റഡ് ആയിട്ടുള്ള ഡിവൈസിനെ ഡിസ്കണക്ട് ചെയ്യാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ESP8266 എന്ന് പറയുന്ന മൊഡ്യൂളാണ്. ഇതും സിമിലർ ആണ്. നോഡ് MCU എന്ന് പറയുന്ന മൊഡ്യൂളാണ്. ഇതിലും വൈഫൈ അറ്റാക്കുകളാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് ഇലക്ട്രോണിക്സ് ആണ്. മൈക്രോ കൺട്രോളർ. ഇത് നോഡ് MCU എന്ന് പറയുന്ന മൈക്രോ കൺട്രോളർ ആണ്. ഇത് ESP8266, ഇത് മൈക്രോ കൺട്രോളർ ആണ്. ഇത് ബേസിക്കലി ഇലക്ട്രോണിക് ഡിവൈസ് ആണ്. നമ്മൾ ഇലക്ട്രോണിക്സ് പഠിക്കുന്ന സ്റ്റുഡൻസ് പഠിക്കുന്ന മൈക്രോ കൺട്രോളേഴ്സ് ആണിത്. ഇത് നമുക്ക് ഇങ്ങനെ ഹാക്കിങ്ങിന് വേണ്ടി ഇങ്ങനെ യൂസ് ചെയ്യാവുന്നേ ഉള്ളൂ. ബേസിക്കലി ഇതിനെല്ലാം ഒരു എത്തിക്കൽ പർപ്പസ് ഉണ്ട്. എത്തിക്കൽ പർപ്പസിന് വേണ്ടി ഡെവലപ്പ് ചെയ്യുന്നതാണ് ഓരോ കാര്യങ്ങളും. അതിനാണ് എത്തിക്കലായിട്ട് യൂസ് ചെയ്യുക എന്ന് പറയുന്നതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എക്സാക്ട്ലി അങ്ങനെയാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ കാണിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഫ്ലിപ്പർ. ഇത് ഫ്ലിപ്പർ 0 എന്ന് പറയുന്ന ഡിവൈസാണ്. ഇത് ഒറ്റടി കണ്ടാൽ നമുക്ക് എന്താ തോന്നുന്നു? ഒരു ഗെയിമിന്റെ കൺട്രോളർ നമ്മൾ പണ്ട് കളിച്ചുകൊണ്ടിരുന്ന ഗെയിമിന്റെ ഒരു കൺട്രോളർ ലുക്ക്. പക്ഷേ ഇതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആക്ടിവിറ്റീസ് വളരെ വലുതാണ്. ഈവൻ ഈ ഓഫീസിലേക്ക് കയറുന്ന സമയത്ത് നിങ്ങൾ ഓഫീസിന്റെ ഫ്രണ്ടിൽ ഒരു RFID കണ്ടിട്ടുണ്ടാവും.
ഗപ്പൻ ലോക്ക് ഉണ്ടാവും ഫോണിൽ. ഓക്കെ, ആ RFID ഇത് വെച്ചിട്ട് ക്രാക്ക് ചെയ്തെടുക്കാം നമുക്ക് സിമ്പിളായിട്ട്. അതായത് നമ്മൾ ഹോം ഓട്ടോമേഷനിൽ നമ്പർ ലോക്കൊക്കെ ഇട്ട് പോയ ആളുകൾക്ക് ഈ ഒറ്റ ഡിവൈസ് വെച്ചിട്ട് നമുക്കതിനെ ക്രാക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന നമ്മുടെയൊക്കെ മൊബൈലിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്പാമുകൾ അലേർട്ട് ചെയ്യാം. അത് ആൻഡ്രോയിഡിന് iOS-ന് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം. എന്നിട്ട് അത് ഉപയോഗിച്ചിട്ട് നമുക്കിപ്പോൾ എന്തെങ്കിലും അലേർട്ട് വരും, നമ്മൾ ആ അലേർട്ടിൽ ഞെക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഫോണിൻ്റെ ജാം ചെയ്യണമെങ്കിൽ നമുക്ക് ഇതൊന്ന് ജാം ചെയ്യാം. iOS-നെ ബേസ് ചെയ്ത് തന്നെ ഒരു അറ്റാക്ക് ഉണ്ട്. iOS 17 ലോക്കപ്പ് ക്രാഷ് എന്ന് പറഞ്ഞിട്ട് ഒരു അറ്റാക്ക് ഉണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് ഇതുപോലെ ബ്ലൂടൂത്ത് പെയറിംഗ് റിക്വസ്റ്റ് വരും. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിലെന്തോ ഒരു തട്ടിപ്പുണ്ടെന്ന് മനസ്സിലായിട്ട് നമ്മൾ സ്ക്രീൻ ക്ലോസ് ചെയ്യും. കണക്ട് ചെയ്യുന്നില്ല, പെയർ ചെയ്യാതെ സ്ക്രീൻ ക്ലോസ് ചെയ്യും. അപ്പോൾ ഫോൺ ക്രാഷ് ആവും കുറച്ച് കഴിയുമ്പോൾ. നമ്മളിപ്പോൾ സ്ഥിരമായിട്ട് തന്നെ ഫോണിലേക്ക് കണ്ടിന്യൂസ് അലേർട്ട് വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? ക്ലോസ് ചെയ്തിട്ട് മറിച്ച് കാണിച്ചു പിന്നെ തോന്നാറില്ല. കുറച്ച് നേരം കഴിഞ്ഞ് റീസ്റ്റാർട്ട് ചെയ്ത് വരും, ടൈം എടുക്കും. അത് ഇതിൽ ഏറ്റവും സിമ്പിളായിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് ലൈവായിട്ട് കാണിക്കാൻ പറ്റുന്നത്, നിങ്ങളുടെ ആരെങ്കിലും ഒരാളുടെ ATM കാർഡ് ഉണ്ടെങ്കിൽ അവിടെ കാർഡുകളിലൊക്കെ മുകളിൽ ഇങ്ങനെ ചിഹ്നം ഉണ്ടാവും. ജനറലി ആളുകൾ വൈഫൈ എന്നൊക്കെ വിളിക്കുന്ന സംഗതി NFC എന്ന് അതിനെ വിളിക്കാം. നിയർ ഫീൽഡ് കമ്മ്യൂണിക്കേഷൻ എന്നാണ് നമ്മൾ ജനറലി പറയുന്നത്. അതായത് നമ്മൾ ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യേണ്ട, പിന്നടിക്കണ്ട, നിൽക്കണ്ട, തിരക്കണ്ട എന്ന് പറയുന്ന പോലെ തന്നെ ചെയ്ത് നമ്മൾ നേരെ പോകുന്നു. നമ്മൾ ആളുടെ കാണിച്ചിട്ടുണ്ടെങ്കിൽ കാർഡ് എടുത്ത് ടാപ്പ് ചെയ്ത് തിരിച്ചു പോകുന്നു. സിമ്പിൾ പരിപാടികൾ, ഫെസിലിറ്റി കൂടി, നമുക്കുള്ള അഡ്വാൻറ്റേജുകൾ കൂടി, അതിൻ്റെ ഒപ്പം അതിൻ്റെ റിസ്ക്കും കൂടി. ഈ ഒരു സംഗതി ഉണ്ടെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് ഈ ഒരു ഫ്ലിപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഞാൻ ജസ്റ്റ് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ നോക്കിയാൽ മതി. ഈ കാർഡിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആണെങ്കിൽ ആ കാർഡിൻ്റെ നമ്പർ, CVV കാര്യങ്ങൾ കംപ്ലീറ്റ്, എക്സ്പയറി ഡേറ്റ്സ് കംപ്ലീറ്റ്. ഇപ്പം നിങ്ങൾ ചോദിക്കും പിൻകോഡ് കിട്ടിയില്ലല്ലോ. നിങ്ങളുടെ കാർഡിൽ NFC ആക്ടിവേറ്റഡ് അല്ലേ? ഇതെനിക്ക് വേറെ കാർഡിലേക്ക് ആക്സെപ്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ അവിടെ പോയിട്ട് NFC വെച്ചാൽ മതി ആ കാർഡ് ഉപയോഗിച്ചിട്ട്. സിമ്പിളായിട്ട്. ഇതിപ്പോൾ ഞാൻ ഒരു വാലറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വാലറ്റിൻ്റെ ബാക്കിൽ വെച്ചാൽ പോലും കിട്ടും. എൻ്റെ പാൻറ്റിൻ്റെ പോക്കറ്റിലാണെങ്കിൽ ഷർട്ടിൻ്റെ പോക്കറ്റിലാണെന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ടാപ്പ് ചെയ്താൽ എനിക്കത് റീഡ് ചെയ്ത് കിട്ടും. തിരക്കുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമല്ലോ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ ലുലുമാളിൽ പോകുന്നു, അല്ലെങ്കിൽ മെട്രോയിൽ യാത്ര ചെയ്യുന്നു, ട്രെയിനിൽ, ബസ്സിൽ, തിരക്കുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ നമ്മൾ പോക്കറ്റിലൊക്കെ കാർഡ് ഇടുകയാണെങ്കിൽ ഇതുപോലെ ആളുകൾ വന്നിട്ട് ജസ്റ്റ് അപ്രോച്ച് ചെയ്താണ് തട്ടി പോകുന്ന തിരക്കിൽ നമ്മൾ അറിയുന്നില്ല. ഈ പ്രോഡക്റ്റ് ആർക്കും വാങ്ങാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ അതൊരു ത്രെറ്റ് അല്ലേ? അതെ, ഇതും എഡ്യൂക്കേഷണൽ പർപ്പസ് പ്രൊഡക്റ്റ് ആണ്. ചൈനീസ് പ്രോഡക്റ്റ് ആണ്. ഫ്ലിപ്പർ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നൊരു കമ്പനിയുടെ എഡ്യൂക്കേഷണൽ പർപ്പസ് പ്രൊഡക്റ്റ് ആണ് അത് വരുന്നത്. അപ്പോൾ മീൻസ് ഇത്തരം ത്രെറ്റുകൾ ഉണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് നിൽക്കുക എന്നുള്ളതാണ് നമുക്ക് പ്രധാനമായിട്ടുള്ളത്. ചെയ്യാൻ പറ്റുന്ന പണികൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്നെങ്കിൽ NFC പ്രൊട്ടക്റ്റഡ് വാലറ്റ് യൂസ് ചെയ്യുക. ജനറലി NFC പ്രൊട്ടക്റ്റഡ് വാലറ്റുകൾ യൂസ് ചെയ്യുക. അതുമല്ല എന്നുണ്ടെങ്കിൽ NFC അങ്ങ് ഓഫ് ചെയ്ത് വെക്കുക. മൊബൈൽ ആപ്പ് കയറിയാൽ ബാങ്കിൻ്റെ ആപ്ലിക്കേഷൻ കയറിയിട്ടുണ്ടെങ്കിൽ NFC ഓഫ് ചെയ്ത് വെക്കാൻ ഓഫ് ചെയ്ത് വെക്കുക. അതും അല്ലെങ്കിൽ NFC-ക്ക് ലിമിറ്റ് സെറ്റ് ചെയ്യാം. അതായത് അറ്റ് എ ടൈം ട്രാൻസാക്ഷൻ 2000 മാത്രമേ NFC വഴി എനിക്ക് പോകാൻ പാടുള്ളൂ എന്നുണ്ടെങ്കിൽ അപ്പോൾ 2000 പോകുള്ളൂ. പോവും. ആ പോക്കിലെങ്കിലും നമുക്ക് കാര്യം മനസ്സിലാവും. ചില ആൾക്കാർ കാണാം പേഴ്സിലൊക്കെ കാർഡൊക്കെ വെക്കുമ്പോൾ 2 അലൂമിനിയം ഫോയിൽ വെച്ചിട്ട് അതിന്റെ ഇടയിൽ വെക്കുന്നത്. അതൊന്നും 100% ആക്യുറേറ്റ് അല്ല. NFC പ്രൊട്ടക്റ്റഡ് കേസുകൾ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യുക എന്നുള്ളത് മാത്രമേ അവിടെ ഉള്ളൂ. ഇപ്പൊ നമ്മൾ നേരത്തെ സ്പൈവെയറിനെ കുറിച്ചാണ് പറഞ്ഞു വന്നതേ. അപ്പൊ ഇപ്പൊ എന്റെ ഫോണിൽ ഒരു സ്പൈവെയർ അറ്റാക്ക് ഉണ്ടായാലും ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് അറിയാൻ പറ്റും. അത് രോഗം ഉണ്ടോയെന്ന് അറിയുന്നത് നമ്മൾ പൊതുവേ രോഗലക്ഷണം കണ്ടിട്ടാണ്. അപ്പം നമുക്ക് ലക്ഷണങ്ങൾ കണ്ടിട്ട് ട്രാക്ക് ചെയ്യാൻ മാത്രമേ അതും ഒരു 100% അക്യുറേറ്റ് അല്ലെങ്കിൽ എഫിഷ്യൻറ്റ് മെത്തേഡ് എന്നൊന്നും ഞാൻ പറയില്ല. സ്റ്റിൽ ഇതിൽ സ്പൈവെയർ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഫോൺ അബ്നോർമലായിട്ട് ബിഹേവ് ചെയ്യും എന്നാണ് നിങ്ങൾ പറയാറ്. ഫോൺ അബ്നോർമലായിട്ട് ബിഹേവ് ചെയ്യുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഓവർ ഹീറ്റ് ആവും. അതുപോലെ തന്നെ ബാറ്ററി പെട്ടെന്ന് ഡ്രെയിൻ ആയി പോകുന്നു. അതുപോലെ തന്നെ നമുക്ക് ഡെയിലി നെറ്റ് 1.5 GB 2 GB ഒക്കെ ആയിരിക്കും നമ്മൾ റീചാർജ്, അത് പെട്ടെന്ന് ഡ്രെയിൻ ആയി പോകും. ഈ 1.5 GB ഒക്കെ പെട്ടെന്ന് തീർന്നു പോകാം. ഇങ്ങനെയെല്ലാം സംഭവിക്കും. അതായത് നമ്മുടെ യൂസേജിന് പുറമെ ഇതെല്ലാം ഡ്രെയിൻ ആയിട്ട് പോകുന്നുണ്ടെങ്കിൽ ആ ഫോണിൽ എന്തോ ഒരു ആക്ടിവിറ്റി അഡീഷണലി റൺ ആവുന്നുണ്ട്. ബേസിക്കലി പറയുന്നത് അതാണ്. അങ്ങനെ നോക്കുക. അല്ലെങ്കിൽ ഇത് കണ്ടുപിടിക്കാൻ ജനറലി നമ്മൾ പറയാറ്, ഇപ്പോൾ എൻ്റെ ഫോണ് ഇതാണ്, ഈ ഫോണിലൊരു സ്പൈവെയർ ഉണ്ടോ എന്ന് അറിയണമെങ്കിൽ ഇതുപോലത്തെ ഒരു ഫോണ് ഞാൻ ഒറിജിനൽ വാങ്ങിക്കുക. ഒറിജിനൽ വാങ്ങിച്ചിട്ട് ഈ ഫോൺ ഫോർമാറ്റ് ചെയ്തിട്ട് രണ്ടിൻ്റെ റൂട്ട് ഫയൽസ് കമ്പയർ ചെയ്ത് നോക്കേണ്ടി വരും. ഇതിലെന്തെങ്കിലും അഡീഷണൽ ഉണ്ടോ എന്ന് അറിയാം. ഫ്രഷ് ഫോൺ വാങ്ങിക്കണം. നമുക്ക് ഏത് ആപ്ലിക്കേഷൻ ആണ് ഇത് ഉണ്ടാകുന്ന അറിയില്ല, പറയാൻ പറ്റില്ലല്ലോ. ഇത് രസമുള്ള സംഗതി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇത്തരം എല്ലാ കേസുകളും നമ്മൾ ബോധവാന്മാരായിരിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് ചെയ്യാനുള്ളത്. നമുക്കിപ്പോൾ എല്ലാവർക്കും ഫോൺ കൊടുക്കാതിരിക്കാനൊന്നും പറ്റില്ല. നമുക്ക് പ്രായമുള്ള ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ വീട്ടിൽ വിളിക്കണം, ഫോണോ തരുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മൈൻഡിലൊരു ഹ്യൂമാനിറ്റേറിയൻ കൺസിഡറേഷൻ ഉണ്ട്.
അവൻ ഈ ഫോൺ കൊണ്ടുപോയിട്ട് ഇതിലെന്തെങ്കിലും ചെയ്യുമെന്ന് നമുക്ക് അപ്പം ചിന്തിക്കാനുള്ളൊരിത് വരില്ല. നമുക്കൊരാളെ കാണുന്ന സമയത്ത് അവനൊരു ആവശ്യമുണ്ട് എന്ന് തോന്നിയിട്ട് ഫോണിലേക്ക് വിളിക്കാനാണ്, എന്തെങ്കിലും എമർജൻസി ആണ്, ചിലപ്പോൾ അവരുടെ കൺവിൻസിങ് ആ രീതിയിലായിരിക്കും ആയിരിക്കും. അപ്പോൾ നമ്മുടെ മനസ്സിലുള്ള ഒരു മനുഷ്യത്വം എന്ന് പറയുന്ന സാധനം ഉള്ളിടത്തോളം നമ്മളത് കൊടുത്തു. ജനറലി നമ്മൾ പൊതുവെ പറയാറുള്ളത് ഒന്നെങ്കിൽ നമ്പർ ഡയൽ ചെയ്തിട്ട് സ്പീക്കറിൽ കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഫോണിൽ എന്ത് ആക്ടിവിറ്റിയാണ് ചെയ്യുന്നത് നമ്മൾ മോണിറ്റർ ചെയ്യുക. നമ്മുടെ കണ്ണിന് മുമ്പ് ആ ഫോൺ പോകാൻ സമ്മതിക്കാതിരിക്കുക. പിന്നെ ഫോണിന്റെ സെറ്റിംഗ്സും ബ്രൗസറും പ്രത്യേകം തന്നെ ലോക്ക് ചെയ്ത് വെക്കുക. ഓരോരോ ആപ്പുകൾ ലോക്ക് ചെയ്യാം, ഒന്നും വരുത്താൻ കഴിയില്ല. ഇപ്പൊ ബ്രൗസറിൽ പോയിട്ട് അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ഇപ്പൊ പറഞ്ഞല്ലോ സ്പൈവെയർ ഇൻസ്റ്റാൾ ചെയ്യുന്ന കേസ്, അങ്ങനെയൊക്കെ ചെയ്യുന്ന പ്രിവെന്റ് ചെയ്യണമെങ്കിൽ ബ്രൗസർ ലോക്ക് ചെയ്ത് വെക്കുക. അതുപോലെ സെറ്റിംഗ്സ് പെർമിഷൻസ് കൊടുക്കേണ്ടി വരും. അപ്പോൾ സെറ്റിംഗ്സ് ലോക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ അത് അവർക്ക് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ നോർമലി ചില ആപ്ലിക്കേഷൻസ് പെർമിഷൻ ചോദിക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ ഓക്കെ 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 അടിച്ചു കൊടുക്കുക ചെയ്യാം. ഒരു കാൽക്കുലേറ്റർ ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ വരെ ഒരുപാട് പെർമിഷൻ ചോദിക്കും. കാൽക്കുലേറ്ററിന് എന്തിനാണ് ക്യാമറയുടെ പെർമിഷൻ, കാൽക്കുലേറ്ററിന് എന്തിനാണ് ഗാലറിയുടെ പെർമിഷൻ, ചിലപ്പോൾ ചോദിക്കാറുണ്ട് ചില കേസിൽ. അപ്പോൾ ആവശ്യമുള്ള പെർമിഷൻസ് മാത്രം കൊടുക്കുക. അതിൽ രസകരമായ സംഗതി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ക്രാക്ക് ചെയ്ത അപ്ലിക്കേഷൻസ് യൂസ് ചെയ്യാറുണ്ട്. ഫോട്ടോഷോപ്പ് അങ്ങനത്തെ ലൈറ്റ് റൂമിന്റെ ക്രാക്ക്, ഫോട്ടോഷോപ്പ്, അതുപോലെ തന്നെ സ്പോട്ടിഫൈയുടെ ക്രാക്ക്, യൂട്യൂബ് മ്യൂസിക്കിന്റെ ക്രാക്ക് എന്ന് പറയുന്നത് ജനറലി ആൻഡ്രോയിഡുകളിലാണ് കൂടുതൽ ക്രാക്കുകൾ നമ്മൾ കിട്ടി വരുന്നത്. APK പോലത്തെ വെബ്സൈറ്റുകളിലായിരിക്കും കൂടുതൽ അങ്ങനത്തെ APKs നമുക്ക് മോഡ് APKs നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടുക. ഇപ്പോൾ റീസെൻ്റ്ലി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു APK പോലത്തെ വെബ്സൈറ്റിൽ വരുന്ന 90% ആൻഡ് എബോ ആപ്ലിക്കേഷനുകളും മാൽവെയറുകളാണ്. അതായത് നമ്മൾ ഒരു ലൈറ്റ് റൂം ഇൻസ്റ്റാൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ലൈറ്റ് റൂമിന് എന്തിനാണ് നിങ്ങളുടെ SMS ആക്സസ് നമ്മൾ ശ്രദ്ധിക്കാറില്ല, ചിന്തിക്കില്ല. നമുക്ക് അപ്പോൾ അതെ ഫ്രീ ആയിട്ട് കിട്ടി, എല്ലാ പ്രീമിയം ഫീച്ചേഴ്സും വരുന്നുണ്ട്, അൺലോക്ക് ചെയ്ത് കിട്ടുന്നുണ്ട്. സ്പോട്ടിഫൈയുടെ ക്രാക്ക് എടുക്കുന്ന സമയത്ത് അവർക്ക് ഗാലറി ആക്സസ് വേണ്ടി വരും, ഫോണിൻ്റെ ആക്സസ് വേണ്ടി വരും, എല്ലാം നമ്മൾ ആലോചിച്ച് ചെയ്ത് കൊടുക്കും. ഇവർക്ക് എന്തിനാണ് അതിൻ്റെ ആവശ്യം എന്ന് നമ്മളപ്പോൾ ചിന്തിക്കില്ല. ഞങ്ങൾ സെക്യൂരിറ്റി റിസർച്ചിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ കുറെ ആപ്ലിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്തിട്ട് അതിന്റെ APK ഫയൽ ഡൗൺലോഡ് ചെയ്തിട്ട് അതിനെ ഒന്ന് ഡീകമ്പൈൽ ചെയ്ത് നോക്കി, റിവേഴ്സ് എഞ്ചിനീയറിംഗ് ചെയ്ത് നോക്കുമ്പോൾ ഒരുപാട് പെർമിഷൻസ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എടുക്കുന്നുണ്ട്. SMS റീഡ് ചെയ്യാനുള്ള പെർമിഷൻ, കോൾ ലോഗ് ചെക്ക് ചെയ്യാനുള്ള പെർമിഷൻ, ഇന്റർനെറ്റ് സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യുക, വൈഫൈയുടെ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യാനുള്ള പെർമിഷൻ, ലൊക്കേഷൻ ട്രാക്ക് ചെയ്യാനുള്ള പെർമിഷൻ, ഇതൊക്കെ വെറുതെ ചോദിക്കുന്നുണ്ട്. നമുക്ക് അതിന്റെ സോഴ്സ് കോഡ് കിട്ടും ആപ്ലിക്കേഷന്റെ. അപ്പോൾ അത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഓരോ കോഡ് ബൈ കോഡായിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ചേഞ്ച് ഇന്റർനെറ്റ് സ്റ്റേറ്റ്, ചെക്ക് കോൾ ലോഗ്, റീഡ് SMS, ഇങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് ആവശ്യമുള്ള കാര്യമല്ല, അഡീഷണലി എടുക്കുന്ന. ഏറ്റവും സിമ്പിളായിട്ട് പറയാം, ആരും നിങ്ങൾക്ക് ഒന്നും വെറുതെ തരില്ല. സ്പോട്ടിഫൈയിൽ 1000 പാട്ട് നിങ്ങൾക്ക് വെറുതെ തരുന്നുണ്ടെങ്കിൽ അതിന് തത്തുല്യമായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ നിങ്ങൾ അവൻ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. അതായത് നമ്മളിപ്പോൾ ഒരു മാസം ഒരു 130 രൂപ പ്രീമിയം കൊണ്ട് അടക്കാനുള്ള മടി കൊണ്ടാണല്ലോ നമ്മൾ ഈ പണിയെടുക്കുന്നത്. 1000 കൂടെ പോകുന്നുണ്ട്. ആ ഒരു വർഷം ഒരു 1300 തോന്നുന്നു ഒരു ആവറേജ് ഒരു എമൗണ്ട്. ആ വർഷം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ മടിയുള്ള ഈ ഒരു 1000-ന് പകരം അവർ കൊണ്ടുപോകുന്നത് ചിലപ്പോൾ നമ്മുടെ ലൈഫ് തന്നെ ആയിരിക്കും. അത്രയും റിസ്ക് ആണ് അതിലുള്ളത് ഈ ക്രാക്കഡ് ആപ്ലിക്കേഷൻസിൽ. ഞാൻ നേരത്തെ സ്പൈവറിൻ്റെ കേസ് വെച്ച പോലെ നമ്മളൊരു കോളേജിൽ കുറച്ച് മുന്നെയാണ് ഇങ്ങനെ ഇത് പറഞ്ഞ സമയത്ത് ഒരു കുട്ടി വന്നിട്ട് എൻ്റെ ഫോണിൽ ഇങ്ങനെ ഒരു സാധനം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. ഡയറക്റ്റ്ലി ചെക്കിങ്ങിന് പോസിബിലിറ്റി ഒന്നുമില്ല. അപ്പോൾ എന്താ അങ്ങനെ തോന്നുന്നത്? അപ്പോൾ സാർ ഈ പറഞ്ഞ എല്ലാ ലക്ഷണങ്ങളും കാണിക്കുന്നുണ്ട്, പിന്നെ ഞാൻ ചെയ്യുന്നത് ഞാൻ വിചാരിക്കാത്ത കാര്യങ്ങൾ പുറത്തറിയുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ നോർമലി നമ്മളിങ്ങനെ ഡയറക്റ്റ്ലി ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് അബ്രപ്റ്റ് ആയിട്ടുള്ള ചെറിയ ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ചോദിച്ചു ജസ്റ്റ് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല സ്പൈവെയർ തന്നെ ആണോ എന്നുള്ളത്. അപ്പോൾ നമ്മൾ സ്പൈവെയർ ആണ് എന്നുള്ള അസംഷനിൽ തന്നെ കുട്ടിയോട് ഫോൺ വേറെ ആർക്കാ കൊടുത്തിരുന്നതെന്ന് ചോദിച്ചു. ഫോൺ വേറെ ആർക്കാ കൊടുത്തിരുന്നത് ചോദിച്ച സമയത്ത് കുട്ടി പറഞ്ഞു ഫോൺ ആർക്കും കൊടുക്കാറില്ല, എൻ്റെ ഫോൺ എൻ്റെ പ്രൈവറ്റ് ആണ്. ഒന്നുകൂടി ചോദിച്ചു അങ്ങനെ, അല്ലെങ്കിൽ ഏതെങ്കിലും അറിയാത്ത ലിങ്കുകളൊന്നും എന്തെങ്കിലും ഡൗൺലോഡ് ചെയ്തിരുന്നു? അതുമില്ല, തറപ്പിച്ച് പറയുന്നു. ചോദിച്ചു അങ്ങനെയാണെങ്കിൽ ഫോൺ വേറെ ആർക്കെങ്കിലും കൊടുത്തിരുന്നു വെച്ചു. ഇല്ല, പാരൻസ് പോലും ഫോൺ ഉപയോഗിക്കാറില്ല. വീണ്ടും ചോദിച്ചപ്പോൾ കുട്ടി പറഞ്ഞു എൻ്റെ ബോയ് ഫ്രണ്ട് ഫോൺ എടുക്കാറുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഫോർ എ കൺഫർമേഷൻ, ഞങ്ങൾക്കതൊരു കൺഫർമേഷൻ ഇല്ലാത്തതുകൊണ്ടൊന്ന് ബോയ് ഫ്രണ്ടിനെ വിളിച്ചിട്ട് ചോദിക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞു ഉണ്ട്, എന്തെങ്കിലും ചെയ്തിരുന്നോ എന്ന് ചോദിക്കുമോ. ബോയ് ഫ്രണ്ട് സ്പോട്ടിൽ കമ്മിറ്റ് സമ്മതിച്ചു. ഞാനിങ്ങനെ എന്താ ചെയ്യണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ചെയ്ത് നോക്കിയിരുന്നു എന്നുള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം സൈബർ ക്രൈമാണ്. കുട്ടികളോട് ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ സൈബർ ക്രൈമാണ്, ബോയ് ഫ്രണ്ട് ആണോ അല്ലയോ എന്നുള്ളതല്ല, അത് റിപ്പോർട്ട് ചെയ്യണം സ്റ്റേഷനിൽ, കാരണം ഇതിൻ്റെ പ്രൈവസിയിലാണ് നിൽക്കുന്നത്. ആ കുട്ടി ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുന്ന കുട്ടിയാണ്. കുട്ടി എന്നോട് പറഞ്ഞത് അത് വേണ്ട സാറേ, അവൻ ഇഷ്ടം കൊണ്ട് ചെയ്തതല്ലേ, പ്രശ്നമൊന്നുമില്ല. അവരിപ്പോഴും റിലേഷൻഷിപ്പിലാണോ? ആ കുട്ടി പറഞ്ഞ ഡയലോഗ് വ്യത്യാസമുണ്ട്, ഞാൻ അങ്ങനെ ലൈറ്റായിട്ട് പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ ബ്ലൈൻഡായിട്ട് ട്രസ്റ്റ് ചെയ്യുന്നതിൻ്റെ
ഭീകര പ്രശ്നങ്ങൾ. അതുപോലെ പാസ്വേഡുകൾ, സോഷ്യൽ മീഡിയയിലൊക്കെ പാസ്വേഡുകളൊക്കെ കൊണ്ടുപോയിട്ട് ഷെയർ ചെയ്യുന്ന കേസുകളുണ്ട് ഇതുപോലെ. അപ്പോൾ പിന്നീട് ബ്രേക്കപ്പ് ഒക്കെ ആകുമ്പോൾ ഇവർ ഇത് മിസ്യൂസ് ചെയ്യും. എന്നിട്ട് പെൺകുട്ടികളുടെ അക്കൗണ്ടിൽ മോശമായിട്ടുള്ള ചിത്രങ്ങൾ ഇടുക, അങ്ങനെയുള്ള കമന്റുകൾ ഇടുക, പോസ്റ്റുകൾ മോശമായിട്ട് ഇടുക, അങ്ങനെയൊക്കെ ചെയ്യാം. പേഴ്സണലി എൻ്റെ ഒരു ഫ്രണ്ട് ഇതുപോലെ കോൺടാക്ട് ചെയ്തിരുന്നു. അപ്പോൾ പുള്ളിക്കാരിയുടെ ലവർ ദുബായിലാണ്, പുള്ളിക്കാരി UK-യിലാണ്. അവർ തമ്മിൽ നല്ല ഒരു റിലേഷനിലായിരുന്നു. എന്തോ ഒരു റീസൺ കൊണ്ട് അവർ ബ്രേക്കപ്പ് ആയി. അപ്പോൾ ആ സമയത്ത് എപ്പോഴും പാസ്വേഡ് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു, പെൺകുട്ടി ആ ബോയ്ക്ക് പാസ്വേഡ് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ ഈ പാസ്വേഡ് ചേഞ്ച് ചെയ്തു. എന്നിട്ട് ഈ കുട്ടിക്ക് ആ കുട്ടിയുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ കയറാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എന്നെ അപ്രോച്ച് ചെയ്ത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു. നമ്മൾ പരമാവധി ട്രൈ ചെയ്തു. പിന്നെ ഇപ്പോൾ ലീഗൽ അതോറിറ്റീസിൻ്റെ ഹെൽപ്പ് പ്രൊവൈഡ് ചെയ്ത് കൊടുത്തു. പിന്നെ ആള് തന്നെ പറഞ്ഞു ഞാൻ പാസ്വേഡ് തരാം എന്ന് പറഞ്ഞു. കാരണം അവന് മനസ്സിലായി നാട്ടിൽ വരുമ്പോൾ പ്രശ്നമാവും എന്ന് മനസ്സിലായി. അവൻ തന്നെ അത് ചെയ്തു കൊടുത്തു. സീക്രസി ഭയങ്കര അതെ. അതുകൊണ്ടാണ് ഈ 2 ഫാക്ടർ ഒതന്റിക്കേഷൻ ഓൺ ആക്കി വെക്കണം നമ്മൾ എപ്പോഴും പറയുന്നത്. കാരണം ഒരു പാസ്വേഡ് കിട്ടുന്നതിന് പകരം ലോഗിൻ ചെയ്യണമെങ്കിൽ നമ്മളൊരു സെക്കൻഡ് സ്റ്റെപ്പ് കൂടി എടുക്കണം, പണി നമ്മൾ എടുക്കണം. ഇപ്പോൾ പൊതുവേ ഈ iOS അല്ലെങ്കിൽ ഐഫോൺ അല്ലെങ്കിൽ ആൻഡ്രോയിഡ് ഫോൺ യൂസ് ചെയ്യുന്ന ആളുകൾ, പൊതുവെ ഐഫോൺ യൂസ് ചെയ്യുന്ന ആളുകൾ ഞങ്ങൾ കുറച്ചുകൂടെ സെക്യൂർ ആണെന്നുള്ളൊരു ധാരണയുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ്? ഇങ്ങനത്തെ അഭ്യൂഹങ്ങൾ നിൽക്കുന്നുണ്ട്. ചിലർ പറയുന്നത് ഐഫോൺ ബെസ്റ്റാണ്, സെക്യൂരിറ്റി വൈസ് ബെസ്റ്റാണെന്ന് പറയുന്നു. ചിലർ പറയുന്നു ആൻഡ്രോയിഡ് ആണ് ബെസ്റ്റ് എന്ന് പറയുന്നു. പക്ഷേ എന്താ നിങ്ങൾക്ക് തോന്നുന്നത് ഇതിൻ്റെ ഡീപ്പസ്റ്റ് ആയിട്ടുള്ള സത്യാവസ്ഥ എന്ത്? വിത്ത് ഇനഫ് ടൈം നത്തിങ് ഈസ് അൺഹാക്കബിൾ എന്നാണ് പറയുന്നത്. ടൈം കിട്ടിയാൽ റിസർച്ച് ചെയ്യാൻ അല്ലെങ്കിൽ ഇൻഫർമേഷൻസ് ഗ്യാദർ ചെയ്യാൻ ടൈം കിട്ടിയാൽ അതിലൊരു വൾണറബിലിറ്റി കണ്ടുപിടിച്ച് അറ്റാക്ക് ചെയ്യാൻ പറ്റും, അതിലേക്ക് എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ. കാരണം ഹ്യൂമൻ മെയ്ഡ് ആയിട്ടുള്ള എല്ലാ സോഫ്റ്റ്വെയറിലും അല്ലെങ്കിൽ എല്ലാ ആപ്ലിക്കേഷനിലും അല്ലെങ്കിൽ എല്ലാ ഡിവൈസിലും ഇതെല്ലാം ഹ്യൂമൻ മെയ്ഡാണ്. അപ്പോൾ അതിൽ എന്തെങ്കിലും ടൈപ്പ് വൾണറബിലിറ്റീസ് ഉണ്ടാവും തീർച്ചയായിട്ടും. അപ്പോൾ ആപ്പിളൊക്കെ സ്ഥിരം ഇതുപോലുള്ള വൾണറബിലിറ്റീസ് കണ്ടുപിടിച്ച് റിപ്പോർട്ട് ചെയ്യുന്നവർക്ക് ഹ്യൂജ് റിവാർഡ് കൊടുക്കാറുണ്ട്, ബഗ് ബൗണ്ടി പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ ആൻഡ്രോയിഡ് ആയാലും ആപ്പിൾ ആയാലും ഇതിന് എന്തെങ്കിലുമൊക്കെ ബഗ്സ് ഉണ്ടാവും. പിന്നെ ഇന്ത്യ ടുഡേ ഒരു സ്റ്റഡി നടത്തിയിരുന്നു. അപ്പൊ അവർക്ക് അതിൽ മനസ്സിലായത് ഐഫോൺ ആണ് ആൻഡ്രോയിഡിനെ അപേക്ഷിച്ച് 167 ടൈംസ് കൂടുതൽ വൾണറബിൾ എന്നാണ്. ഐഫോൺ യൂസേഴ്സിനുള്ള ലെസണാണ്. അതായത് വേൾഡിൽ ഒരു കണക്കെടുക്കുന്ന സമയത്ത് ഐഫോൺ യൂസേഴ്സിന്റെ എണ്ണം കമ്പാരിറ്റീവ്ലി കൂടുതലായിരിക്കും. എങ്കിൽ പോലും നമുക്ക് ഇവർ പറയുന്ന ഫിസിക്കൽ സെക്യൂരിറ്റി ഒരു പക്ഷേ ഉണ്ട്. പക്ഷെ ഇപ്പം അത് ആൻഡ്രോയിഡും കംപ്ലീറ്റ്ലി ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട് ആ സംഗതി. അതായത് ഇപ്പോൾ ഒരു ഫോൺ നിലത്ത് കൊണ്ട് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് കിട്ടുന്ന ആൾക്ക് ഒരു ഐഫോൺ കുറച്ച് മുന്നേ ആയിരുന്നുവെങ്കിൽ ഐഫോൺ ക്രാക്ക് ചെയ്തെടുക്കാൻ പ്രയാസപ്പെടുന്ന സമയത്ത് കുറച്ച് മുന്നേ ഉള്ള ആൻഡ്രോയിഡ് വേർഷൻസ് ക്രാക്ക് ചെയ്തെടുക്കാൻ കുറെ കൂടി എളുപ്പമായിരുന്നു. പക്ഷെ നിലവിലെ സാഹചര്യത്തിൽ ആൻഡ്രോയിഡും ഈസിയല്ല. ആ ഒരു ആസ്പെക്റ്റിൽ മാത്രമായിരിക്കും അന്നുണ്ടായ ഒരു അഭ്യൂഹമായിട്ടാണ് എനിക്കതിനെ തോന്നുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ആൻഡ്രോയിഡിനേക്കാൾ ഒരു പടി മുകളിൽ സെക്യൂർ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ആൻഡ്രോയിഡിലാണ്. സോറി, iOS-നേക്കാളും. അത് പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നമുക്ക് പല അപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ ഓരോ അപ്ലിക്കേഷനും ഓരോ എൻറ്റിറ്റി ആയിട്ടാണ് കിടക്കുന്നത്. iOS-ൻ്റെ കേസിൽ അങ്ങനെയല്ല. iOS ഡിവൈസിലേക്ക് ആക്സസ് കിട്ടിയാൽ എല്ലാതും ഒന്നിച്ച് കിട്ടും. ഒരു ഒറ്റ ആപ്പിളിൻ്റെ കുടക്കീഴിലാണ് അതെല്ലാം കിടക്കുന്നത്. കീറി എടുത്തിട്ട് മറ്റേതാണെ കുറച്ച് ആൻഡ്രോയിഡാണ് മെനക്കെടാണ്. ആൻഡ്രോയിഡാണ് ഇപ്പോൾ ഒരു 50 അപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ 50 അപ്ലിക്കേഷൻ സെപ്പറേറ്റ് ആയിട്ട് പണിയെടുക്കണം. അതൊരു ഭയങ്കര പുതിയ അറിവായി. പൊതുവെ ഇപ്പോൾ ഗൂഗിൾ ക്രോമിൽ സെർച്ച് ചെയ്യുന്ന ആളുകളും വേറൊരു ഓപ്ഷനായിട്ട് ഉപയോഗിക്കുന്ന ഇൻകോഗ്നിറ്റോ ടാബ്, അത് എത്രത്തോളം സേഫാണ്? അതിൻ്റെ ഒരു സേഫ്റ്റി ഒരു എക്സാമ്പിൾ ആയിട്ട് തന്നെ കാണിക്കാം. ഇതെൻ്റെ ഗൂഗിൾ ക്രോം. എൻ്റെ ഗൂഗിൾ ക്രോം എടുത്തിട്ട് ഞാൻ ഇൻകോഗ്നിറ്റോ ടാബ് എടുത്തു കഴിഞ്ഞാൽ ഇതാണ് സ്ക്രീൻ. അതെ അതെ. ഓക്കെ, ഇതില് ക്രോം വോണ്ട് സേവ് 2 കാറ്റഗറി ഇവിടെ എഴുതിയിട്ടുണ്ട്. യുവർ ബ്രൗസിംഗ് ഹിസ്റ്ററി, നമ്മൾ ഹിസ്റ്ററി സേവ് ചെയ്യുന്നില്ല. നമുക്ക് ഹിസ്റ്ററിയിൽ നോക്കിയാൽ കാണാതിരിക്കാനുള്ള ഇൻകോഗ്നിറ്റോ മോഡ്. അതുപോലെ തന്നെ കുക്കീസ് ആൻഡ് സൈഡ് ഡാറ്റാസ് സേവ് ചെയ്യുന്നില്ല. ഇൻഫർമേഷൻ എൻറ്റേർഡ് ഇൻ ഫോംസ്, നമ്മൾ അതിൽ ഫോമിൽ എൻ്റർ ചെയ്ത ഇൻഫർമേഷൻ സേവ് ചെയ്യുന്നില്ല. പക്ഷെ അതിന്റെ താഴെ ഒരു വൃത്തിക്ക് എഴുതിയിട്ടുണ്ട്, യുവർ ആക്ടിവിറ്റി മൈറ്റ് സ്റ്റിൽ ബി വിസിബിൾ ടു വെബ്സൈറ്റ് ദാറ്റ് യു വിസിറ്റ്. ഞാൻ ഏത് വെബ്സൈറ്റിലാണ് കയറി അവർക്കറിയാം ഞാൻ ഈ ഫോണിൽ നിന്ന് കയറിയിട്ടുണ്ട്, കൃത്യമായിട്ടുണ്ടെന്നുണ്ട്. ദ എംപ്ലോയർ ഓഫ് ദ സ്കൂൾ. അപ്പോൾ ഈ ഓഫീസിൽ വെച്ചിട്ട് ആണ് അല്ലെങ്കിൽ ഈ ഓഫീസ് വൈഫൈയിൽ യൂസ് ചെയ്തിട്ടാണ് ഞാൻ അത് കയറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ കാണാൻ പറ്റും, എനിക്കറിയാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ ഇത് കൺട്രോൾ ചെയ്യുന്ന ആൾക്ക് അറിയാൻ പറ്റും. ദ ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ, അതായത് ഇനിയിപ്പോൾ ഞാൻ മൊബൈൽ ഡാറ്റയിൽ നിന്നാണ് കയറുന്നത്, എൻ്റെ സിം BSNL ആണെന്നുണ്ടെങ്കിൽ ISP അറിയാൻ പറ്റും ആൾക്ക് ഏത് വെബ്സൈറ്റിലാണ് ഞാൻ എന്താണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് ഞാനിപ്പോൾ എനിക്ക് വേണ്ട ഏതെങ്കിലും ഒരു വെബ്സൈറ്റിൽ കയറി ഇപ്പോൾ എന്തെങ്കിലും ആവശ്യത്തിന് ഇതിനിപ്പോൾ എൻ്റെ ഫോൺ എടുത്തിട്ട് വെറുതെ ഹിസ്റ്ററി എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ കാണില്ല. അത് മാത്രമേ ഉള്ളൂ. അതെ,
പിടിക്കണം എന്ന് വിചാരിച്ചാൽ പിടിക്കേണ്ടവർക്കൊക്കെ കിട്ടുക സംഗതി. അതൊരിക്കലും ഒരു സേഫ് സോൺ ആയിട്ട് ആളുകൾ കണ്ടിട്ട് കാര്യമില്ല. അപ്പോൾ ഇത് വളരെ വലിയ വൈഡ് ആയിട്ടുള്ള വിഷയമാണ്, നമുക്ക് ഇപ്പോഴൊന്നും സംസാരിച്ചാൽ തീരില്ല. പക്ഷേ നമുക്ക് ഉള്ള സമയപരിമിതി കൊണ്ട് ഞാൻ മെല്ലെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച് രണ്ടുപേർക്കും. എന്താ പറയുക, നിങ്ങളുടെ മേഖലയിൽ ഗംഭീരമാവട്ടെ. താങ്ക് യു സോ മച്ച്.